അടുത്തതും സെയിം തന്നെ 3/4 മെട്രിക്സ് ആണ്. എന്നിട്ട് നമുക്ക് തന്നിട്ടുള്ള എന്താണ് 2 ടൈംസ് 1 2 ടൈംസ് i മൈനസ് ജെ. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ എന്ത് ഡിഫൈൻ ചെയ്യുക? എ എന്ന് പറയുന്ന മെട്രിക്സ് ഡിഫൈൻ ചെയ്യുക. സോ എ ഈക്വൽസ് എങ്ങനെ വരും? a11 a12 a13 a14. അടുത്ത് a21 a22 a23 a24. അടുത്ത് a31 a32 a33 a34. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്കിനി ഓരോന്നായിട്ട് കണ്ടുപിടിക്കാം. ആദ്യം a11 എങ്ങനെ വരും? a11 എന്ന് പറയുന്നത് 2 ടൈംസ് 1 മൈനസ് 1. ഓക്കെ, 2 ടൈംസ് 1 മൈനസ് 1. 2 ടൈംസ് 1 മൈനസ് 1 എത്ര വരും? 2. 2 മൈനസ് 1 1 ആണ്. ഓക്കെ, അടുത്തത് a12 താഴോട്ട് പോകും. ഓക്കെ, അടുത്ത a12 എത്ര വരും? 2 ടൈംസ് 1 മൈനസ് 2. 2 ടൈംസ് 1 2 ആണ്. 2 മൈനസ് 2 0. അടുത്ത് a13 2 ടൈംസ് 1 മൈനസ് 3. 2 മൈനസ് 3 എത്രയാണ്? മൈനസ് 1. അടുത്ത് a14 2 ടൈംസ് 1 2 ടൈംസ് അല്ലേ? 2 ടൈംസ് 1 മൈനസ് 4. സോ 2 മൈനസ് 4 മൈനസ് 2. അടുത്ത് a21 2 ടൈംസ് 2 മൈനസ് 1. 4 മൈനസ് 1 4 മൈനസ് 1 എത്ര? 3. അടുത്ത് a22 2 ടൈംസ് 2 മൈനസ് 2. 4 മൈനസ് 2 2. ഓക്കെ, അടുത്ത് എത്രയാ? 23 2 ടൈംസ് 2 മൈനസ് 3. ജസ്റ്റ് ഞാൻ ഇങ്ങനെ സ്പീഡിന് പോകുന്നതാണ്. നമുക്ക് ഇവിടെ ആക്കിക്കേ, ഐയുടെ സ്ഥാനത്ത് ഇട്ട് കൊടുക്കുക, ജെയുടെ സ്ഥാനത്ത് ഇട്ട് കൊടുക്കുക. 2 എന്ന് പറയുന്ന ഐയുടെ സ്ഥാനത്തും 3 എന്ന് പറയുന്ന ജെയുടെ സ്ഥാനത്തുമാണ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താണ് നമ്മൾ ചെയ്യുന്നത്. സോ എങ്ങനെ വരും? 4 മൈനസ് 3 എന്ന് പറയുന്ന 1 ആയിരിക്കും. a33 ഒറ്റ മിനിറ്റ് 33 അല്ലല്ലോ, a24. ഓക്കെ, 2 ടൈംസ് 2 മൈനസ് 4. 4 മൈനസ് 4 0. അടുത്ത് a31 2 ടൈംസ് 3 മൈനസ് 1. 6 മൈനസ് 1 5. അടുത്ത് a32 2 ടൈംസ് 3 മൈനസ് 2. 6 മൈനസ് 2 4. അടുത്ത് a42 33. ഓക്കെ, നമുക്കിവിടെ കോളം 33 ഉള്ളത് കറക്റ്റ് ചെയ്ത് തന്നെ പോവുക. 2 ടൈംസ് 3 മൈനസ് 3. 6 മൈനസ് 3 എത്ര? 3 വരും. അടുത്ത് a34 2 ടൈംസ് 3 മൈനസ് 4. 2 ടൈംസ് 3 6. 6 മൈനസ് 4 2. ഓക്കെ, സോ അപ്പോൾ നമ്മളുടെ മെട്രിക്സ് എങ്ങനെ വരും? മെട്രിക്സ് ഒന്ന് നമുക്ക് എഴുതി നോക്കാം. 1 0 മൈനസ് 1 മൈനസ് 2. ഓക്കെ, അടുത്ത് 3 2 1 0. അടുത്തത് 5 4 3 2. 5 4 3 2. ഓക്കെ, അപ്പോൾ നമ്മൾ കറക്റ്റ് ആ ഓർഡർ കറക്റ്റ് ആക്കി എഴുതുക, എന്നിട്ട് ആ മെട്രിക്സ് എഴുതുക. അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം എന്താണ്? ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് എക്സ് ആൻഡ് വൈ ഫ്രം ദ ഫോളോയിങ് ഇക്വേഷൻ. എക്സ് വൈ ഇസഡ്. ഓക്കെ, തന്നിരിക്കുന്ന ഇക്വേഷനിൽ നിന്ന് എക്സും വൈയും ഇസഡിന്റെയും വാല്യൂസ് കണ്ടുപിടിക്കുക. എളുപ്പമല്ലേ? നല്ല എളുപ്പം എന്നുള്ള ചോദ്യം. കാണുമ്പോൾ തന്നെ എല്ലാവർക്കും ഒരു ചെറിയ ചിരി വരും അല്ലേ? കാരണം എന്താ? നമുക്കറിയാം മെട്രിക്സുകൾ ഈക്വൽ ആകണമെങ്കിൽ അതിന്റെ പൊസിഷൻസ് ഈക്വൽ ആയാൽ മതി. ഓക്കെ, ഇവിടെ ഡയറക്റ്റ് ആയിട്ട് വേറെ സോൾവ് ഒന്നും ചെയ്യണ്ട. ജസ്റ്റ് അതേ പൊസിഷനിൽ കിടക്കുന്ന ആളാരെ എടുത്തെഴുതി വെച്ചാൽ മാത്രം മതി. ഓക്കെ, സോ ഇവിടെ എക്സിന്റെ സ്ഥാനത്ത് എക്സ് ഈക്വൽ ടു, എക്സ് വരുന്ന പൊസിഷൻ ഏതാ? സെക്കൻഡ് റോ ഫസ്റ്റ് കോളം. സോ ഇവിടെയും സെക്കൻഡ് റോ ഫസ്റ്റ് കോളത്തിൽ വരുന്നത് 1 ആണ്. സോ എക്സ് ഈക്വൽ ടു 1. വൈ ഈക്വൽ ടു എന്താ? വൈ എന്ന് പറയുന്ന ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം. ഇവിടെ അത് വരുന്നത് 4 ആണ്. അടുത്ത് ഇസഡ് ഈക്വൽ ടു ആണെങ്കിലോ, ഇസഡ് വരുന്നത് ഫസ്റ്റ് റോ സെക്കൻഡ് കോളം. ഇവിടെ വരുന്നതോ 3 ആണ്. സോ ഉത്തരം കഴിഞ്ഞു. എന്നാ അടുത്ത ചോദ്യം എന്താണ്? ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് എക്സ് ആൻഡ് എക്സ് വൈ ആൻഡ് ഇസഡ് ഫ്രം ദ ഫോളോയിങ് ഇക്വേഷൻ. തന്നിട്ടുള്ളതെന്ന് എക്സും വൈ ഇസഡും കണ്ടുപിടിക്കാം. ഇവിടെ കുറച്ചും കൂടെ ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് കണ്ടുപിടിക്കാം. ഇവിടെ നോക്കിക്കേ, എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 6. ഇവിടെ നമുക്ക് പറയാൻ പറ്റും എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 6.
ഇവിടെ നിന്ന് എന്ത് പറയാൻ പറ്റും? xy ഈക്വൽ ടു 8. ഒന്നുകിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ ചെയ്തു നോക്കാം. അതായത് കൂട്ടുമ്പോൾ 6 വരണം, ഗുണിക്കുമ്പോൾ 8 വരണം. ഏതൊക്കെയാണ് രണ്ട് നമ്പേഴ്സ്? 2ഉം 4ഉം അല്ലേ? അപ്പൊ ഡയറക്റ്റ് ഇവിടെ നിന്ന് എഴുതാൻ പറ്റുന്നതുകൊണ്ട് നമുക്കിത് ഡയറക്റ്റ് എഴുതാം. ഇനി അങ്ങനെയല്ല, പറ്റുന്നതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, ഇവിടെ നമുക്കറിയാം എക്സ് ഈക്വൽ ടു, ഇവിടെ നമുക്ക് എന്ത് പറയാൻ പറ്റും? എക്സ് ഈക്വൽ ടു 6 മൈനസ് വൈ എന്ന് പറയാം. എന്നിട്ട് അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇത് നമുക്ക് ഡയറക്റ്റ് പറയാൻ പറ്റുന്നതാണ്. 2ഉം 4ഉം പറയാം. അപ്പൊ എക്സിന് 2 വരാം, വൈക്ക് 4 വരാം. തിരിച്ചും അതുപോലെ പറയാൻ പറ്റും. ഓക്കെ, പക്ഷെ നമ്മൾ സപ്പോസ് നമുക്ക് പറയാൻ പറ്റാത്ത ഏതെങ്കിലും വാല്യൂസ് ആണ് ഇങ്ങനെ വന്നിരുന്നെങ്കിലും ചെയ്യേണ്ട രീതിക്കാണ് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, സോ എക്സ് ഈക്വൽ ടു 6 മൈനസ് വൈ, ഇവിടെ അപ്പോൾ എക്സിന് വരാം, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. സോ 6 മൈനസ് വൈ ടൈംസ് വൈ ഈക്വൽസ് 8. ഇവിടെ എന്ത് വരും? ഇതകത്തോട്ടെടുത്ത മൈനസ് വൈ സ്ക്വയർ പ്ലസ് 6y ഈക്വൽസ് 8. ഇവരെ നമുക്ക് അപ്പുറത്തോട്ടെടുത്ത എന്ത് കിട്ടും? y സ്ക്വയർ മൈനസ് 6y പ്ലസ് 8 ഈക്വൽസ് 0 എന്ന് പറഞ്ഞ് കിട്ടും. ഓക്കെ, സോ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വീണ്ടും നമ്മൾ സെയിം ലോജിക്ക് അല്ലേ, അതേ ലോജിക്ക് തന്നെ വന്നിരിക്കും. ഇനി വീണ്ടും നമുക്കിവിടെ നമുക്ക് ഒന്നെങ്കിൽ എന്താണ് ക്വാഡ്രാറ്റിക് ഫോർമുല യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഫാക്ടറൈസേഷൻ യൂസ് ചെയ്ത് നമുക്ക് ചെയ്യാം. സോ ഇവിടെ നമുക്ക് കിട്ടാൻ പോകുന്നത് y മൈനസ് 2 ടൈംസ് y മൈനസ് 4 എന്നാണ്, ഈക്വൽ 0. സോ ഇവിടെ നമ്മൾ വൈക്ക് ഏതൊക്കെ വാല്യൂസ് ഉണ്ട്? 2ഉം വരാം, 4ഉം വരാം. സോ നമുക്ക് കൊടുക്കാം y മൈനസ് 2 ഈക്വൽസ് 0 ആണെങ്കിൽ y ഈക്വൽസ് 2, ഓർ എന്ത് പറയാം? y മൈനസ് 4 ഈക്വൽ ടു 0 ആണെങ്കിൽ y ഈക്വൽ ടു 4. ഇനി y ഈക്വൽ ടു 2 ആണെങ്കിൽ എക്സിന്റെ വാല്യൂ എന്തായിരിക്കും? നമുക്കറിയാം പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ 8 വരണം. സോ ഇവിടെ നമുക്ക് എക്സ് എന്താണെന്ന് പറയാം, അല്ലെങ്കിൽ ഇവിടെ നോക്കി എക്സ് ഈക്വൽ ടു 6 മൈനസ് വൈ ആണ്. 6 മൈനസ് 2 എന്ന് പറയുന്നത് എത്രയാ? 4 ആണ്. സോ എക്സ് ഈക്വൽ ടു 4 പറയാം, അല്ലെങ്കിൽ എക്സ് ഈക്വൽ ടു ഇവിടെ നിന്നാണെങ്കിൽ 2 പറയാം. ഓക്കെ, സോ ഒന്നുകിൽ എക്സിന് 4ഉം വൈക്ക് 2ഉം വരാം, അല്ലെങ്കിൽ എക്സിന് 2ഉം വൈക്ക് 4ഉം വരാം. ഓക്കെ, ഇനി അടുത്ത് എന്താണ്? ഇസഡിന്റെ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ ഇസഡിന്റെ ഇതുപോലെ നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് പറ്റും? നോക്കിക്കേ, 5 പ്ലസ് ഇസഡ് ഈക്വൽസ് എത്രയാണ്? 5 പ്ലസ് ഇസഡ് ഈക്വൽസ് 5 ആണ്. സോ ഇസഡ് ഈക്വൽസ് 0 എന്ന് പറയാം. ഓക്കെ, അപ്പൊ എക്സിനും വൈക്കും ഇസഡിനും വരാൻ പറ്റുന്ന വാല്യൂസ് എന്താ? ഒന്നുകിൽ 4 2 0 വരാം, അല്ലെങ്കിൽ 2 4 0 വരാം. സോ രണ്ട് ഉത്തരങ്ങളാണ് ഇവിടെ വരുന്നത്. അടുത്ത ചോദ്യം, ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് എക്സ് വൈ ആൻഡ് ഇസഡ് ഫ്രം ദ ഫോളോയിങ് ഇക്വേഷൻ. തന്നിട്ടുള്ള ഇക്വേഷനിൽ നിന്ന് എക്സിന്റെയും വൈന്റെയും ഇസഡിന്റെയും വാല്യൂസുകൾ കണ്ടുപിടിക്കുക. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് ചെയ്തു നോക്കാം. ഓക്കെ, ആദ്യം നമുക്ക് തന്നിട്ടുള്ള ഇക്വേഷൻസ് ഒക്കെ ഒന്ന് എടുത്തെഴുതാം. എന്തൊക്കെയാണ് തന്നിട്ടുള്ള? എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് ഈക്വൽസ് എന്താണെന്ന് പറയാം? 9 ആണെന്ന് പറയാം. ഓക്കെ, ഇക്വേഷൻ നമ്പർ 1. അടുത്ത് എക്സ് പ്ലസ് ഇസഡ് ഈക്വൽസ് എന്താണെന്ന് പറയാം? എക്സ് പ്ലസ് ഇസഡ് ഈക്വൽസ് 5 ആണെന്ന് പറയാം, ഇക്വേഷൻ നമ്പർ 2. അടുത്ത് എന്ത് പറയാം? വൈ പ്ലസ് ഇസഡ് ഈക്വൽസ് 7 ആണെന്ന് പറയാം, ഇക്വേഷൻ നമ്പർ 3. ഈ ഇത്രയും ഇക്വേഷൻസ് ആണ് തന്നിട്ടുള്ളത്. നോക്കിക്കേ, 1ന്ന് 2 കുറച്ചാൽ എന്ത് കിട്ടും? എക്സും കട്ട് ചെയ്ത് പോകും, ഇസഡും കട്ട് ചെയ്ത് പോകും. പിന്നെ ബാക്കി മാത്രമേ ഉണ്ടാവുള്ളൂ, വൈ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അപ്പൊ നമുക്ക് വൈയുടെ വാല്യൂ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. സോ നമുക്ക് എന്ത് ചെയ്യാം? ഇക്വേഷൻ നമ്പർ 1 മൈനസ് ഇക്വേഷൻ നമ്പർ 2 ഇംപ്ലൈസ് 1ൽ നിന്ന് 2 കുറച്ചാൽ എക്സ് കട്ടാകും, വൈ കട്ടാകും. സോ എക്സ് മൈനസ് എക്സ് 0 ആകും, ഇസഡ് മൈനസ് വൈ അല്ല ഇസഡ് ആണ്. എക്സ് മൈനസ് എക്സ് 0 ആകും, ഇസഡ് മൈനസ് ഇസഡ് 0 ആകും. പിന്നെ ആര് മാത്രമേ ബാക്കിയുള്ളൂ? വൈ മാത്രമേ ബാക്കിയുള്ളൂ. സോ നമുക്ക് ഇവിടുന്ന് വൈ എഴുതാം, ഈക്വൽസ് ഇപ്പർ സൈഡ് എന്ത് വരും? 9 മൈനസ് 5. 9 മൈനസ് 5 എത്ര? 4 ആണ്. സോ വൈ ഈക്വൽസ് 4 എന്ന് പറഞ്ഞു കിട്ടും. അടുത്ത് നോക്കിക്കേ, വൈയും ഇസഡും തന്നിട്ടുണ്ട്. ഇവിടെ തേർഡ് ഇക്വേഷനിൽ വൈയുടെയും ഇസഡിന്റെയും കൂടെ സമ്മ് 7 ആണെന്ന് തന്നിട്ടുണ്ട്. സോ എക്സിന്റെ അവിടെ ഫസ്റ്റ് ഇക്വേഷനിൽ നിന്ന് തേർഡ് ഇക്വേഷൻ സബ്ട്രാക്ട് ചെയ്താൽ എന്ത് കിട്ടും? വൈയും ഇസഡും ക്യാൻസൽ ചെയ്തു പോകും. സോ നമുക്ക് എക്സ് ഈക്വൽ ടു എന്ന് പറഞ്ഞു കിട്ടും. അപ്പോൾ ഇക്വേഷൻ നമ്പർ 1 മൈനസ് ഇക്വേഷൻ നമ്പർ 3 ചെയ്താൽ എന്ത് കിട്ടും? ഇംപ്ലൈസ് വൈയും ഇസഡും ക്യാൻസൽ ചെയ്തു പോകും, ബാക്കി ആരാ ഉള്ളേ? എക്സ് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. സോ എക്സ് ഈക്വൽസ് 9 മൈനസ് 7 എത്ര വരും? 2 വരും. സോ നമുക്ക് ഇവിടുന്ന് എക്സിന്റെയും വൈയുടെയും വാല്യൂസ് കിട്ടി. നമുക്ക് എന്നിട്ട് വേണമെങ്കിൽ വൈയുടെ വാല്യൂ സെക്കൻഡ് ഇട്ട് കൊടുത്താൽ ഇസഡിന്റെ വാല്യൂ കിട്ടും, അല്ലെങ്കിൽ എക്സിന്റെ വാല്യൂ
സെക്കൻഡ് ഇട്ട് കൊടുത്താലും കിട്ടും. അത് രണ്ടും അല്ലെങ്കിൽ എക്സിന്റെയും വൈയുടെയും വാല്യൂ ഫസ്റ്റ് ഇക്വേഷനിൽ ഇട്ട് കൊടുത്താലും നമുക്ക് ഉത്തരം കിട്ടും. ഓക്കെ, അപ്പൊ ഏത് വേണോ ചെയ്യാം. നമുക്ക് സെക്കൻഡ് ഇക്വേഷൻ എടുക്കാം. സോ സെക്കൻഡ് ഇക്വേഷൻ ഇംപ്ലൈസ് എക്സിന്റെ വാല്യൂ എത്രയാ 2 പ്ലസ് ഇസഡ് ഈക്വൽസ് എത്ര 5. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇസഡ് ഈക്വൽ ടു എന്തെന്ന് പറയാം? ഇസഡ് ഈക്വൽ ടു 5 മൈനസ് 2 3 ആണെന്ന് പറയാം. ഓക്കെ, സോ എക്സ് വൈ സെഡിന്റെ വാല്യൂസ് എങ്ങനെയാ? എക്സ് ഈക്വൽ ടു 2, വൈ ഈക്വൽ ടു 4, ഇസഡ് ഈക്വൽസ് 3 എന്ന് പറയാം. ക്ലിയർ അല്ലേ? ഇനി അവിടെ കൊടുത്തു നോക്കിക്കേ. 2 പ്ലസ് 4 പ്ലസ് 3 9, 2 പ്ലസ് 3 5, 4 പ്ലസ് 3 7. എല്ലാത്തിനും കറക്റ്റ് ആയിട്ട് വന്നിട്ടില്ലേ? ഓക്കെ, സോ അടുത്ത ചോദ്യം. ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് എ ബി സി ഡി ഫ്രം ദ ഇക്വേഷൻ. തന്നിട്ടുള്ള ഇക്വേഷനിൽ നിന്ന് എയുടെയും ബിയുടെയും സിയുടെയും ഡിയുടെയും വാല്യൂസുകൾ കണ്ടുപിടിക്കുക. അപ്പൊ നമുക്ക് തന്നിട്ടുള്ള ഇക്വേഷൻ ഒന്ന് സൈഡിൽ മാർക്ക് ചെയ്ത് വെക്കാം ഫസ്റ്റ്. സോ എന്തൊക്കെ തന്നിട്ടുണ്ട്? എ മൈനസ് ബി ഈക്വൽസ് -1. അടുത്ത് 2a മൈനസ് ബി ഈക്വൽസ് 0. ഇക്വേഷൻ നമ്പർ 1. ഇക്വേഷൻ നമ്പർ 2. ഓക്കെ, അടുത്ത് 2a പ്ലസ് സി ഈക്വൽസ് 5. ഇക്വേഷൻ നമ്പർ 3. അടുത്ത് 3c പ്ലസ് ഡി ഈക്വൽസ് 13. ഇക്വേഷൻ നമ്പർ 4. ഓക്കെ, അപ്പൊ എന്തൊക്കെ തന്നിട്ടുണ്ട്? എ മൈനസ് ബി ഈക്വൽ ടു -5. കറക്റ്റ് അതാത് പൊസിഷനിൽ വരുന്ന ആൾക്കാരെ എടുക്കുക. ഓക്കെ, ഇവിടെ എ മൈനസ് ബി കിടക്കുന്ന അതേ പൊസിഷനിൽ ആരാ കിടക്കുന്നത്? -1 ആണ് കിടക്കുന്നത്. സോ അതാണ് നമ്മൾ ഫസ്റ്റ് ഇക്വേഷനിൽ എഴുതിയ എ മൈനസ് ബി ഈക്വൽസ് -1. അടുത്ത് 2a മൈനസ് ബി ഇരിക്കുന്ന പൊസിഷനിൽ ആരാ ഇവിടെ കിടക്കുന്നത്? 0 ആണ് കിടക്കുന്നത്. സോ അതാണ് അടുത്ത് എഴുതിയത് 2a മൈനസ് ബി ഈക്വൽസ് 0. അടുത്ത് 2a പ്ലസ് സി ഇരിക്കുന്ന പൊസിഷനിൽ അതേ പൊസിഷനിൽ ആരാ ഇരിക്കുന്നത്? 5 ആണ്. സോ നമുക്ക് എന്ത് പറയാം? 2a പ്ലസ് സി ഈക്വൽസ് 5 എന്ന് പറയാം. അടുത്ത് 3c പ്ലസ് ഡി ഇരിക്കുന്ന പൊസിഷനിൽ ആരാ കിടക്കുന്നത്? ഇവിടെ 13 ആണ്. സോ 3c പ്ലസ് ഡി ഈക്വൽസ് 13 എന്ന് പറയാം. ഇനി നമുക്ക് ഓരോന്നായിട്ട് ഇക്വേറ്റ് ചെയ്യാം. നോക്കിക്കേ, ഇവിടെ നമുക്കറിയാം രണ്ടിലും -b ആണ്. സോ ഫസ്റ്റ് ഇക്വേഷനിൽ നിന്ന് അല്ലെങ്കിൽ സെക്കൻഡ് ഇക്വേഷനിൽ നിന്ന് ഫസ്റ്റ് ഇക്വേഷൻ സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? സെക്കൻഡ് ഇക്വേഷൻ മൈനസ് ഫസ്റ്റ് ഇക്വേഷൻ. എങ്ങനെയായിരിക്കും വരുന്ന സെക്കൻഡ് ഇക്വേഷൻ? എന്താ? 2a മൈനസ് ബി ഈക്വൽ 0 മൈനസ്, എല്ലാം മൈനസ് ആണ് ചെയ്യേണ്ടത്. എന്താണ്? a മൈനസ് ബി. നമുക്ക് ഒരേ സിമ്പിൾ വരുന്നതുകൊണ്ടാണ് നമ്മൾ സബ്ട്രാക്ട് ചെയ്യുന്നത്. സെയിം കോയിഫിഷ്യന്റ് ആണ്, പക്ഷെ ഡിഫറെന്റ് സിമ്പിൾസ് ആണ്. കോയിഫിഷ്യന്റ് നമ്പർ സെയിം ആണ്, സിമ്പിൾ പക്ഷെ ഡിഫറെന്റ് ആണെങ്കിൽ അഡീഷൻ ചെയ്യുക. ഓക്കെ, ഇതൊക്കെ നമ്മൾ 10ൽ പഠിച്ച സാധനങ്ങളാണ്. -1 എന്ത് വരും? 2a മൈനസ് എ എന്ന് പറയുന്നത് a ആകും. മൈനസ് ബി പ്ലസ് ബി ക്യാൻസൽ ചെയ്തു പോകും. -1 1 ആകും. സോ എയുടെ വാല്യൂ എത്രയാണ്? 1 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത് ബിയുടെ വാല്യൂ എന്താകും? ജസ്റ്റ് നമുക്ക് കൊടുത്തു നോക്കിയാൽ പോരെ. ബി ഈക്വൽസ് ഏത് ഇക്വേഷനിൽ വേണോ നമുക്ക് കൊടുത്തു നോക്കാം. ഫസ്റ്റ് ഇക്വേഷനിലോ സെക്കൻഡ് ഇക്വേഷനിലോ എന്ത് വേണോ കൊടുത്തു നോക്കാം. നമുക്ക് ഫസ്റ്റ് ഇക്വേഷനിൽ കൊടുത്തു നോക്കാം. ഫസ്റ്റ് ഇക്വേഷനിൽ കൊടുത്താൽ എന്ത് കിട്ടും? എ മൈനസ് ബി ഈക്വൽസ് -1. എയുടെ വാല്യൂ 1 ആണ്. സോ 1 മൈനസ് ബി ഈക്വൽസ് -1. ബി ഈക്വൽസ് എന്തെന്ന് പറഞ്ഞു കിട്ടും? മൈനസ് ബി ഈക്വൽസ് അല്ലേ? മൈനസ് ബി ഈക്വൽസ് -1 എത്ര വരും? -2. സോ ബി ഈക്വൽസ് 2 എന്ന് പറഞ്ഞു കിട്ടും. ബിയുടെ വാല്യൂ എത്രയാണ്? 2 ആണ്. സെക്കൻഡ് കൊടുത്തു നോക്കിക്കേ. 2 ടൈംസ് 1 2 ആണ്. -2 0. കറക്റ്റ് ആയില്ലേ? യെസ്. ഇനി അടുത്ത തേർഡ് ഇക്വേഷനിൽ എയുടെ വാല്യൂ തേർഡ് ഇക്വേഷനിൽ കൊടുത്താൽ എന്ത് കിട്ടും? തേർഡ് ഇക്വേഷനിൽ കൊടുത്താൽ എന്ത് കിട്ടും? എ എന്ന് പറയുന്നത് 1 ആണ്. സോ 2 ടൈംസ് 1 പ്ലസ് സി ഈക്വൽസ് 5. സോ 2 ടൈംസ് 1 എത്ര? 2 ആണ്. സോ സി ഈക്വൽസ് എന്ത് കിട്ടും? 5. 2ന് അപ്പുറത്തോട്ട് പോകുമ്പോൾ എന്താകും? -2. സോ 3. സിയുടെ വാല്യൂ എത്ര കിട്ടി? 3 കിട്ടി. ഇനി അടുത്ത് ഡിയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ സിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് സിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. എങ്ങനെ വരും? 3 ടൈംസ്. അപ്പോൾ ഏതാണ്? ഇക്വേഷൻ നമ്പർ 4 ഇംപ്ലൈസ്. ഇക്വേഷൻ നമ്പർ 4 ഇംപ്ലൈസ് എന്താണ്? 3 ടൈംസ് 3 പ്ലസ് ഡി ഈക്വൽസ് 13. ഓക്കെ, 3 ടൈംസ് 3 എത്ര? 9. 9 പ്ലസ് ഡി ഈക്വൽസ് 13. സോ ഡി ഈക്വൽസ് എന്ത് പറയാം? 13 മൈനസ് 9 വിച്ച് ഈസ് നത്തിങ് ബട്ട് 4 എന്ന് പറയാം. സോ നമുക്കിവിടെ എ ബി സി ഡി വാല്യൂ എത്രയാണ്? എ എന്ന് പറയുന്നത് 1 ആണ്, ബി എന്ന് പറയുന്നത് 2 ആണ്, സി എന്ന് പറയുന്നത് 3 ആണ്, ഡി എന്ന് പറയുന്നത് 4 ആണ് കിട്ടിയത്. എല്ലായ്പ്പോഴും സെയിം ആയിട്ട് തന്നെ ഇങ്ങനെ തന്നെ വരണം എന്നൊന്നുമില്ല. പക്ഷെ നമുക്ക് ഇവിടെ കിട്ടിയത് ആ ഒരു ഓർഡറിലാണ്. സോ 1
2 3 4. ഓക്കെ, യെസ്. അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം എന്താ? എ എന്ന് പറയുന്നത് ഒരു സ്ക്വയർ മെട്രിക്സ് ആണ്. എ എന്ന് പറയുന്നത് എന്താണ്? സ്ക്വയർ മെട്രിക്സ് ആണ്. എന്നിട്ട് അതിന്റെ ഓർഡർ എന്തെന്നാ പറഞ്ഞിട്ടുള്ളത് നോക്കിക്കേ. m/n ഓർഡറിലാണ് എ ഇരിക്കുന്നത്. എ എന്ന് പറയുന്ന ഒരു സ്ക്വയർ മെട്രിക്സ് ആണ് വിത്ത് ഓർഡർ m/n ആണ്. അങ്ങനെയെങ്കിൽ ഇതിൽ ഏത് കണ്ടീഷൻ ശരിയാകണം? സ്ക്വയർ മെട്രിക്സിന്റെ റൂൾ എന്താ? റോസിന്റെ എണ്ണവും കോളത്തിന്റെ എണ്ണവും തുല്യമായിരിക്കണം. ഓക്കെ, അതായത് തുല്യമോ വലുതോ അല്ലെങ്കിൽ തുല്യമോ ചെറുതോ അങ്ങനെ എന്തെങ്കിലും ആണോ? അല്ല, തുല്യം തന്നെ ആയിരിക്കണം. എപ്പോഴും എക്സാക്ട്ലി സെയിം ആയാൽ മാത്രമേ അവരെന്താകത്തുള്ളൂ? സ്ക്വയർ മെട്രിക്സ് ആകത്തുള്ളൂ. സോ എമ്മും എന്നും റോസിന്റെ എണ്ണവും കോളത്തിന്റെ എണ്ണവും തുല്യമാകുക എന്ന് പറഞ്ഞാൽ എന്താണ്? m ഈക്വൽസ് n ആണ്. സോ നമുക്ക് ഇവിടെ എന്താണ് കറക്റ്റ് ആൻസർ? m ഈക്വൽസ് n ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ അല്ലേ? യെസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യം ഡയറക്റ്റ് ആണ് കേട്ടോ. അതിൽ വേറെ ചെയ്യാനോ എടുക്കാനോ ഒന്നുമില്ലായിരുന്നു. ഡയറക്റ്റ് നമ്മളുടെ ഡെഫിനിഷൻ ആണ്, അതങ്ങ് കൊടുക്കുക. അടുത്ത ചോദ്യം, which of the given values of x and y make the following pairs of matrices equal? തന്നിട്ടുള്ള ഏത് പെയർ ഓഫ് എക്സിനും വൈക്കുമാണ് ഈ മെട്രിക്സ് ഈക്വൽ ആകുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാകും എക്സ് ഇവിടെ രണ്ടിടത്ത് വന്നിട്ടുണ്ട്. ഓക്കെ, വൈ ഇവിടെ രണ്ടിടത്ത് വന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാകും. അപ്പൊ ചാടിക്കേറി ഒരിടത്ത് മാത്രം നോക്കി വെച്ചിട്ട് എനിക്ക് എക്സും വൈയും കിട്ടിയേ എന്ന് പറയരുത്. എല്ലായിടത്തും ചെക്ക് ചെയ്ത് നോക്കുക. അതിന്റെ റീസൺ എന്താന്ന് ഞാനിപ്പോ കാണിച്ചു തരാം. ആദ്യം നമുക്ക് ഇവിടെ നിന്ന് എന്തൊക്കെ പറയാം? 3x + 7 = 0 വരണം. ഓക്കെ, അതിൽ നമുക്ക് എന്ത് പറയാം? 3x + 7 = 0. അപ്പൊ നമുക്ക് ഇവിടെ തന്നെ എഴുതാം, താഴോട്ട് എഴുതാം. അത് ഓരോന്നോരോന്നായിട്ട് നമുക്ക് എടുത്ത് എഴുതാം. ആദ്യം നമുക്ക് ഇവിടെ നിന്ന് എന്ത് പറയാം? 3x + 7 = 0. 3x + 7 = 0. അങ്ങനെയാണെങ്കിൽ x = എന്തെന്ന് പറയാം? -7/3 എന്ന് പറയാം. അടുത്ത് y എന്ത് പറയാം? y - 2 = 5. y - 2 = 5. സോ y എന്തെന്ന് പറയാം? y = 5 + 2 7 എന്ന് പറയാം. ഓക്കെ, ഇത് നമുക്ക് ഇത് രണ്ടിടത്തു നിന്നും കിട്ടിയതാണ്. ഇതിൽ നിന്നും കിട്ടിയ ആൾക്കാരാണ് നമ്മൾ ഈ എഴുതിയിരിക്കുന്നത്. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓക്കെ, ഇവിടെ എന്താണ്? 7/3 -7/3 7. ഓക്കെ, അങ്ങനെ ഉത്തരമേ ഇല്ല. അപ്പൊ നമുക്ക് സമാധാനം ഉണ്ട് അല്ലേ? 3 തന്നെയല്ലോ. യെസ്. ഓക്കെ, അപ്പൊ നമുക്ക് സമാധാനമുണ്ട്. അപ്പൊ ഉത്തരമേ ഇവിടെ കിട്ടിയില്ല. സപ്പോസ് ആ ഒരു ഉത്തരം ഇവിടെ എവിടെയെങ്കിലും ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുക. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇവിടെ 1 പകരം 7 ആയിരുന്നു എന്ന് വിചാരിക്കുക. ചാടിക്കേറിയത് കറുപ്പിക്കാൻ നിൽക്കരുത്, അല്ലെങ്കിൽ അത് ടിക്ക് ചെയ്യാൻ നിൽക്കരുത്. എന്ത് ചെയ്യുക? ബാക്കിയുള്ള പൊസിഷനുകളിലും കൂടെ കിടക്കുന്ന ആൾക്കാർ നോക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ അടുത്ത ഇതിൽ നമുക്ക് എന്ത് പറയാം? y + 1 = 8. ഓക്കെ, അപ്പൊ ഇവിടെ നിന്ന് എന്ത് പറയാം? y = 7. സോ വൈയുടെ വാല്യൂ നമുക്ക് കിട്ടി 7 ആണ്. ഇവിടെയും 7 വരും, ഇവിടെയും 7 വരും. സെയിം സ്ഥലത്ത് 7 ആണ് വരുന്നത്. അപ്പൊ അത് ഓക്കെ ആണ്. ഓക്കെ, അടുത്തിനി എക്സിന്റെ അടുത്ത കണ്ടീഷൻ നോക്കാം. എന്താണ്? 2 - 3x = 4. ഓക്കെ, 2 - 3x = 4. സോ -3x = 4 - 2 2 വരും. ഓക്കെ, x = എന്ത് പറയാം? -2/3 പറയാം. -2/3 ഉണ്ടോ? യെസ്, ഇവിടെ കിടപ്പുണ്ട്. അപ്പൊ ചാടിക്കേറി ഇതാണോ ഉത്തരം? കാരണം വൈക്ക് 7 വരുന്നുണ്ട്, എക്സിന് -2/3 വരുന്നതായിട്ട് നമുക്കൊരു ഉത്തരം കിട്ടി. അപ്പൊ ചാടിക്കേറി ഉത്തരം ചെയ്യാൻ പാടുണ്ടോ? ഇല്ല. എക്സിന് നമുക്ക് ഏത് വാല്യൂസ് കിട്ടി? എക്സിന് -7/3 എന്നും കിട്ടി, -2/3 എന്നും കിട്ടി. എക്സിന് 2 വാല്യൂസ് കിട്ടി. അങ്ങനെ വരാൻ പറ്റുമോ? ഒരേ സമയം ഒരാൾക്ക് 2 വാല്യൂസ് വരാൻ പറ്റുമോ? ഇല്ല. ഓക്കെ, കാരണം ഇവിടെ രണ്ടിടത്ത് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ആളാരാ? എക്സ് ആണ്. ഓക്കെ, അപ്പൊ ഒരേ സമയം എക്സിന് 2 വാല്യൂസ് വരാൻ പറ്റത്തില്ല. നമ്മൾ ഒന്നുകിൽ എന്ത് എടുക്കാം? -7/3 കൊടുക്കാം. -7/3 കൊടുത്താൽ ഇത് കറക്റ്റ് ആകും. പക്ഷെ ഇത് കറക്റ്റ് ആകോ? ഇല്ല. അല്ലെങ്കിൽ -2/3 കൊടുക്കാം. -2/3 കൊടുത്താൽ ഇത് കറക്റ്റ് ആകും. പക്ഷെ ഇത് കറക്റ്റ് ആവോ? ഇല്ല. അപ്പൊ അതിനർത്ഥം ഈ 2 മെട്രിക്സും എപ്പോഴെങ്കിലും ഈക്വൽ ആകോ? ഒരിക്കലും ഈക്വൽ ആകത്തില്ല. കാരണം നമ്മളിവിടെ എക്സിനും വൈക്ക് കൊടുക്കുമ്പോൾ ആ വൈ വരുന്ന പൊസിഷൻസ് ഓക്കെയാണ്. പക്ഷെ എക്സിന് നമുക്ക് 2നും സെയിം ആയിട്ട് വരുന്ന ഒരു
വാല്യൂ പറയാൻ പറ്റത്തില്ല. വൈക്ക് പക്ഷെ അങ്ങനെയല്ല. നോക്കിക്കേ, വൈക്ക് 7 കൊടുത്താൽ ഇതും കറക്റ്റ് ആകും, ഇതിന്റെ പൊസിഷനും കറക്റ്റ് ആകും. ഓക്കെ, പക്ഷെ എക്സിന് അങ്ങനെയല്ല, കൊടുക്കുമ്പോൾ ഒരിക്കലും കറക്റ്റ് ആയിട്ട് കിട്ടത്തില്ല രണ്ടിടത്തും. അതുകൊണ്ട് തന്നെ ഇവിടെ രണ്ട് മെട്രിക്സും ഈക്വൽ ആണെന്ന് പറയാൻ പറ്റത്തില്ല. സോ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു ഫൈൻഡ്. റീസൺ എന്താ? y ഈക്വൽസ് -7/3 വന്നു. സോറി, y അല്ല, x ഈക്വൽസ് -7/3 ഒരിടത്തുനിന്ന് വന്നു, വേറൊരിടത്ത് നിന്ന് എന്ത് കിട്ടി? -2/3 കിട്ടി. ബട്ട് എന്ത് പറയാം? -7/3 നോട്ട് ഈക്വൽസ് -2/3. അവർ തുല്യമാണോ? അല്ല. അതുകൊണ്ട് രണ്ട് ഡിഫറൻ്റ് ആയിട്ടുള്ള വാല്യൂസ് ഇവിടെ എക്സിന് അറ്റ് എ ടൈം കിട്ടിയത് കൊണ്ട് നമുക്ക് എന്ത് പറയാം? ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു ഫൈൻഡ് എന്ന് പറയാം. അടുത്ത ചോദ്യം, ദ നമ്പർ ഓഫ് ഓൾ പോസിബിൾ മെട്രിസസ് ഓഫ് ഓർഡർ 3/3 വിത്ത് ഈച്ച് എൻട്രി 0 or 1. 0യോ 1ഓ മാത്രം എൻട്രീസ് ആയിട്ട് വരുന്ന 3/3 മെട്രിക്സ് പറയുക. അപ്പൊ നമുക്ക് ആ ഒരു മെട്രിക്സ് വലുപ്പത്തിൽ ക്രിയേറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ആക്ച്വലി ഇത് നമ്മളുടെ മെട്രിക്സ് മാത്രമല്ല, ആക്ച്വലി കോമ്പിനേഷൻസ് അല്ലെങ്കിൽ പെർമ്യൂട്ടേഷൻസും കൂടെ ചേർന്ന് വരുന്നതാണ്. 0, 1 വെച്ചുള്ള പെർമ്യൂട്ടേഷൻസും കൂടെ ചേർന്ന് വരുന്നൊരു സാധനമാണ്. ഓക്കെ, അപ്പൊ നമുക്കിവിടെ നോക്കാം. ഇവിടെ നമുക്ക് ഓരോന്നിനും ഞാൻ ഓരോ ബോക്സ് ആയിട്ട് പറഞ്ഞു തരാം എളുപ്പത്തിന്. സോ 3/3. അപ്പൊ ഇവിടെ ഒരു എലമെന്റ് ഉണ്ട്, ഇവിടെ ഒരു എലമെന്റ് ഉണ്ട്, ഇവിടെ ഒരു എലമെന്റ് ഉണ്ട്. അതുപോലെ ഇവിടെ ഒരു എലമെന്റ് ഉണ്ട്, ഇവിടെ ഒരു എലമെന്റ് ഉണ്ട്, ഇവിടെ ഒരു എലമെന്റ് ഉണ്ട്, ഇവിടെ ഒരു എലമെന്റ് ഉണ്ടാകും, ഇവിടെയും ഉണ്ടാകും, ഇവിടെയും ഉണ്ടാകും. സോ ഇത്രയും നമ്മളെ എൻട്രീസ് ആണ് വരുന്നത്. എത്ര എൻട്രീസ് വരും? 9 എൻട്രീസ് വരും. ഇതിൽ ഓരോന്നിലും ഏതൊക്കെ വരാം? 0യും വരാം, 1ഉം വരാം. സോ ഇവിടെ വേണമെങ്കിൽ ഇങ്ങനെ ഇട്ടാ കൺഫ്യൂഷൻ വരണ്ട. ഓക്കെ, ഇവിടെ വേണമെങ്കിൽ 0യും വരാം, 1ഉം വരാം. ഇവിടെ ആണെങ്കിലും എത്ര എണ്ണം വരാം? 0യും വരാം, 1ഉം വരാം. ഇവിടെ ഏതൊക്കെ വരാം? 0യും വരാം, 1ഉം വരാം. ഇവിടെ ആണെങ്കിലോ 0, 1. ഇവിടെ ആണെങ്കിലും 0യും 1ഉം വരാം. എല്ലായിടത്തും 0യും 1ഉം വരാം. ഏത് വേണോ വരാം. ഓക്കെ, 0 വേണമെങ്കിൽ വരാം, 1 വേണമെങ്കിൽ വരാം. അപ്പൊ നോക്കിക്കേ, ഇവിടെ എത്ര എണ്ണം വരാൻ പറ്റും? 2 എണ്ണം. ഇവിടെ 2 എണ്ണം, 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 ഇവിടെ 2, ഇവിടെ 2, ഇവിടെ 2. അപ്പൊ എല്ലായിടത്തും ഈ 2 എണ്ണം വെച്ച് വരാൻ പറ്റുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ വർഷം പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചൊരു സാധനമാണ്. മറ്റേ ഫ്ലാഗിന്റെ കളേഴ്സ് കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്പേഴ്സ് ഒക്കെ വെച്ച് ഓരോന്നിലും സെയിം ആൾക്കാർ വരുന്നുണ്ടെങ്കിൽ അതിന് എത്ര പോസിബിൾ പെയേഴ്സ് നമുക്ക് പറയാൻ പറ്റും. അപ്പം അങ്ങനെ എത്ര ഡിഫറെൻറ്റ് നമ്മൾ അറേഞ്ച്മെൻറ്റ്സ് നമുക്ക് ഇവിടെ പറയാൻ പറ്റും. നോക്കിക്കേ, എല്ലാം ഈ 2 എണ്ണം വെച്ചല്ലേ. സോ 2 times 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 2 എന്ന് പറയാൻ പറ്റും. അപ്പോൾ 2 raised to എത്ര പറയാൻ പറ്റും? 9 പറയാൻ പറ്റും. ഓക്കെ, സോ ദ നമ്പർ ഓഫ് ഓൾ പോസിബിൾ മെട്രിസസ്, ദ നമ്പർ ഓഫ് all possible matrices. ഓക്കെ, ഇവിടെ വരാൻ പറ്റുന്ന മെട്രിസസിന്റെ എണ്ണം എന്ന് പറയുന്നത് എത്രയാണ്? 2 raised to. കാരണം 2 times 2 എന്ന് പറയുന്നത് 2 raised to 2 ആണ്. അങ്ങനെ ഇവിടെ എത്ര പ്രാവശ്യം നമ്മൾ ടൈംസ് ചെയ്തിട്ടുണ്ട്? 9 പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. സോ 2 raised to 9 ആണ്. അത് എത്രയാണ്? 512 ആണ്. ഓക്കെ, 512 ആണ് 2 raised to 9 എന്ന് പറയുന്നത്. സോ നമ്മളുടെ ഉത്തരം എത്ര വരും? 512 വരും. ക്ലിയർ അല്ലേ? ഓക്കെ, സോ നമ്മൾ ഇത്രയും ചോദ്യങ്ങളാണ് ഇന്നിവിടെ വർക്കൗട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പം നമ്മളിവിടെ കംപ്ലീറ്റ് ആയിട്ട് ഏത് എക്സസൈസാണ് ചെയ്തത്? എക്സസൈസ് 3.1. 3.1ലുള്ള എല്ലാ ചോദ്യങ്ങളും നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് ആ മെട്രിക്സ് ക്രിയേറ്റ് ചെയ്യാന്നുള്ള ചോദ്യങ്ങളും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ എല്ലാ ചോദ്യങ്ങളും നല്ല രീതിക്ക് നോക്കുക. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് നമ്മളിനി അടുത്ത് മെട്രിസസിൻ്റെ ഓപ്പറേഷൻസിലോട്ടാണ് കടക്കാൻ വേണ്ടി പോകുന്നത്. സോ മെട്രിസസ് എന്താണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമ്മൾ അതിനു മുമ്പ് മനസ്സിലാക്കേണ്ടതുണ്ട്. ഓക്കെ, ബൈ ബൈ.